നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 503 503. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 503 സർഗം 1 ലീലാകാന്ഡം. ശ്രീകൃഷ്ണ ലീലാകാന്ഡം, അതായത് ദശമസ്കന്ധം എന്ന് അർത്ഥം പറയാം. അതിലെ 1-ാമത്തെ സർഗത്തിലെ 23-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ശ്രീകൃഷ്ണ ലീലകൾ, പിന്നെ അതേപോലെയുള്ള കാര്യങ്ങൾ. അതെന്തായിരുന്നു 23-ാമത്തെ ശ്ലോകം എന്ന് ചോദിക്കുകയാണെങ്കിൽ, സത്യധർമ്മങ്ങൾ മങ്ങുന്ന നിയമങ്ങൾ ദിനം പ്രതി പുതുക്കി മേന്മ കാണിച്ചു പുകളെന്നോർത്തു ദാനവൻ. സത്യധർമ്മങ്ങൾ മങ്ങുന്ന നിയമങ്ങൾ ദിനം പ്രതി പുതുക്കി മേന്മ കാണിച്ചു പുകളെന്നോർത്തു ദാനവൻ. എങ്ങനെയൊക്കെയാണ് സത്യധർമ്മങ്ങളെ അടിച്ചമർത്തുക എന്നാണ് ഈ ആസുരീയ അല്ലെങ്കിൽ രാക്ഷസീയ മനസ്സുകൾ പറയുക. അതുകൊണ്ട് ഇനി അടുത്ത ശ്ലോകം നോക്കിക്കോളൂ. ഇന്ന് മുതൽക്ക് മഹാത്മാക്കൾ നടന്നുള്ള മാർഗമാകെ വെടിഞ്ഞവൻ. മഹാത്മാക്കളെ, സച്ചിദാനന്ദ സ്വരൂപികളെ, സജ്ജനങ്ങളെ, അവർ നടന്ന വഴികളെ നമ്മൾ തിരസ്കരിച്ചാൽ അതിനുള്ള ശിക്ഷ നമുക്ക് കിട്ടും. എപ്പോഴും പൂർവികരിൽ സജ്ജനങ്ങൾ സഞ്ചരിച്ച വഴി തെരഞ്ഞു പിടിക്കാൻ നമ്മൾ ക്ഷമിക്കണം, അതിൽ വിജയിക്കണം. അതിനാണ് ഈശ്വരാധീനം. ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം മുതലായിട്ടുള്ള ആനന്ദം അനുഭവിക്കണമെങ്കിൽ കർമ്മം കൊണ്ട് പറ്റില്ല. പിന്നെയോ ഭക്തി കൊണ്ടേ പറ്റുള്ളൂ. സംശുദ്ധമായ ഭക്തി കൊണ്ട് ആത്മാനുഭൂതി ഉണ്ടാക്കാം. അതിന് പണം ചെലവില്ല, കുലം നോക്കണ്ട. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നാരായണ ഭട്ടതിരിയാണെങ്കിലും തുഞ്ചത്തെഴുത്തച്ഛനാണെങ്കിലും ചട്ടമ്പി സ്വാമികളാണെങ്കിലും പറിച്ചുപറ്റ പന്തിരകുലത്തിലെ പാക്കനാരാണെങ്കിലും അവർ ആത്മാനുഭൂതി അനുഭവിച്ചിട്ടുള്ള സജ്ജനങ്ങളാണ്. അവരുടെ വഴികളെ തിരസ്കരിച്ചുകൊണ്ട് നാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും രമണ മഹർഷീനെയൊക്കെ മറന്നുകൊണ്ട് ഒരേ ഒരു കുറൂരമ്മയും വില്ലുമംഗലം സ്വാമിയാരും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു പെശക് തോന്നുന്നുണ്ട് എനിക്ക്. അവരുടെ പെശകല്ല, ഇത് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ പെശക്. അതുകൊണ്ടാണ് പറയണത്, മഹാത്മാക്കൾ നടന്നുള്ള മാർഗമാകെ വെടിഞ്ഞവൻ, പാരമ്പര്യത്തിൽ വിശ്വാസം മുൾപ്പൂവിൽ തീരെ അറ്റവൻ. പോരെ, ദോഷം വലിയ ദോഷ. പാരമ്പര്യത്തിൽ വിശ്വാസം ഉൾപ്പൂവിൽ തീരെ അറ്റവൻ. വിശ്വാസം, ഞാനതിന് ഒരർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത്, വിശ്വത്തിന് ആശ്വാസമാകുന്നത് വിശ്വാസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് സംസ്കൃതമൊന്നും അറിയില്ല, എങ്ങനെയാണിത് പിരിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കി, എന്താ, ജീവജാലങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ജീവിക്കുക. സനാതനധർമ്മത്തിൻ്റെ നാരായ വേര് അഹിംസാ പരമോ ധർമ്മ എന്നാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എലീനെയും പാമ്പിനെയും പൂച്ചേനെയും നായേനെയും പശുവിനെയും ഒന്നും കൊല്ലാൻ പാടില്ല. നമ്മുടെ വായുടെ രുചിക്കനുസരിച്ച്, നാവിൻ്റെ രുചിക്കനുസരിച്ച് കൊല്ലാൻ പാടില്ല. ഇപ്പോൾ ഒരു നായ്ക്ക് പേപ്പട്ടി ആയി വിചാരിക്കുക, വിഷം ആയി വിചാരിക്കുക, തച്ചു കൊല്ലാം, ഒരു കുഴപ്പമില്ല. നാഗങ്ങളിൽ, പാമ്പുകളിൽ ശുദ്ധിയില്ലാത്തവരുണ്ട്, സത്യമില്ലാത്തവരുണ്ട്, വെറും വിഷം മാത്രമായിട്ടുള്ളവരുണ്ട്, അവരെ കൊല്ലാം. ദുഷ്ടജനങ്ങളെ കൊല്ലാം തന്നെയാണ് പറഞ്ഞതേ. ദുഷ്ടന്മാരാണെങ്കിൽ കൊല്ലാം.
ആർക്ക്? നീതിപീഠത്തിന്. അല്ലാണ്ട് നമ്മൾ അധികാരം കയ്യിലെടുക്കരുത്. അപ്പോൾ ഇവിടെ പാരമ്പര്യത്തിൽ വിശ്വാസം ഉൾപ്പൂവിൽ ഉണ്ടായിരിക്കണം അവരവരുടെ മനസ്സ്. ഇന്ന് ഒരു മഹാൻ എന്നോട് ചോദിക്കുകയുണ്ടായി, മനസ്സ് എന്താ? ഞാൻ മറുപടി പറയാൻ പോയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് വളരെ ഹൈലൈറ്റഡ് ആണ്. അപ്പോൾ എന്നെ ഇളക്കാൻ വേണ്ടി ചോദിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഞാനതിന് മറുപടി പറഞ്ഞില്ല. പിന്നെ വേണമെങ്കിൽ പറയാം, ഈ കുസൃതി ചോദ്യം ചോദിച്ച് എന്നെ വിഷമിപ്പിക്കണം എന്ന് തോന്നിയ സാഹചര്യം എവിടെയാണ് ശരീരത്തിൽ? അതന്നെ മനസ്സ്. സജ്ജനങ്ങളെ ആദരിക്കണമെന്നും സജ്ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത മനോവികാരത്തിന് അടിമപ്പെട്ടാൽ തോന്നുന്ന കുൽസിത ബുദ്ധി എവിടെ നിന്നാണ് ഉണ്ടാവണത്? അതാണ് മനസ്സ് എന്ന് എനിക്ക് എഴുതാം. ഞാൻ എഴുതിയില്ല. ഞാൻ ഇപ്പം എന്താ പറയാൻ കാരണം? അല്ലെങ്കിൽ അതൊരു ഭാരമായിട്ട് കിടക്കുക എൻ്റെ മനസ്സിൽ. എൻ്റെ മനസ്സിൽ ഭാരം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പാരമ്പര്യത്തിൽ വിശ്വാസം ഉൾപ്പൂവിൽ തീരെയറ്റവൻ തങ്ങൾക്കെഴും സേവ പാടുന്നവർ തന്നെണ്ണമെത്രയും തന്നെ എണ്ണമെത്രയും. തൻ്റെ വിവേകമില്ലാത്ത അവസ്ഥകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വിമൂഢന്മാരെ പൊക്കിപ്പിടിച്ച് എനിക്ക് ജയ് വിളിപ്പിക്കാം. അങ്ങനെ ഉണ്ടോ ചില ആൾക്കാർ? ചെയ്യുന്നതോ തോന്നിവാസം, അരുതാത്തത്. അതാണ് ശരിയെന്ന് പറയണവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് വളർത്തുക. എന്തിന്? മുമ്പിൽ ഇവർ സ്തുതിപാഠകന്മാരായിട്ട് തീരണം. അതുകൊണ്ടാണ് കുറ്റം. അപ്പോൾ പറഞ്ഞു, തങ്ങൾക്കെഴും സേവ പാടുന്നവർ തന്നെണ്ണം എത്രയും വളർത്തിക്കൊണ്ടു താൻ വാണാൻ മന്നിടത്തിൽ മഹാഖലൻ. ഇപ്പോൾ ഈ എന്താ പറയുക, വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ട സമയത്ത് ചിലവർക്കെന്ന് ഞാൻ പറയുന്നുള്ളൂ, അവരുടെ സ്വാധീന വലയത്തിലുള്ളവരെ ഒഴിവാക്കാതെ ഇരിക്കാൻ അവർ ശ്രദ്ധിക്കും. മാത്രമല്ല, അവരുടെ സ്വാധീന വലയത്തിനെതിരായിട്ട് നിൽക്കുന്നവരുടെ പേര് ചേർക്കാൻ അവർ വിലങ്ങനെ നിൽക്കുകയും ചെയ്യും. അത് ആരെയും കുഴപ്പമില്ല, കലികാലത്തിൻ്റെ കുഴപ്പമാണ്. അത് ഏത് പാർട്ടി ആയാലും ശരി. അങ്ങനെ പറഞ്ഞ ഞാൻ ആർക്കും സേവ പറയണില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് തങ്ങൾക്കെഴും സേവ പാടുന്നവർ തന്നെണ്ണം എത്രയും വളർത്തിക്കൊണ്ടു താൻ വാണാൻ മന്നിടത്തിൽ മഹാഖലൻ. ഇനി അതിനേക്കാൾ നെഗറ്റിവിറ്റി ഉള്ളൊരു വാക്കില്ല, മഹാഖലൻ എന്നാ. കുറ്റം ചെയ്വോരെ എങ്ങാണ്ട് ചാർച്ച കാണുകിൽ വിട്ടിടും. എന്താ ഭാഗവതം വായിച്ച് പഠിച്ചാൽ കുഴപ്പം? ഇന്നത്തെ കാര്യം എത്രയോ 5000 അല്ലെങ്കിൽ 7000 10000 ഏത് ദ്വാപരയുഗത്തിലാണ് എഴുതിയതെന്ന് നമുക്കറിയോ? അപ്പോൾ ഇത് സത്യമല്ലേ? ഇത് വായിച്ച് പഠിക്കാത്തവർക്കല്ലേ ദുഃഖം ഉണ്ടാവുക? കുറ്റം ചെയ്യുവോരെയങ്ങാണ്ട് ചാർച്ച കാണുകൾ വിട്ടിടും ദണ്ഡിച്ചിടും കൽപ്പനയ്ക്കു വഴങ്ങാത്തവരെ സ്വയം. 2024 എന്ത് നടക്കണമെന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് താമരശ്ശേരി എടുത്ത് പോളിഷ് ചെയ്ത് പറഞ്ഞു. എന്താ? കുറ്റം ചെയ്യുവോരെങ്ങാണ്ട് ചാർച്ച കാണുകിൽ വിട്ടിടും ദണ്ഡിച്ചിടും കൽപ്പനയ്ക്കു വഴങ്ങാത്തവരെ സ്വയം. ആമട്ട് ഉന്മത്തരായോർത്തൻ ദുഷിച്ച ഭരണത്തിനാൽ. ഇനി ഇതിലും മീതൊന്നുമല്ല. ആമട്ട് ഉന്മത്തരായോർത്തൻ ദുഷിച്ച ഭരണത്തിനാൽ അധർമ്മത്തിൻ കനം താങ്ങി വിശ്വംഭരം അടുത്തുപോയി. അധർമ്മത്തിൻ്റെ കനം താങ്ങി വിശ്വംഭരം അടുത്തുപോയി. വിശ്വംഭരൻ്റെ അടുത്ത് പോയി. പരിഹാരത്തെ ആരാഞ്ഞ് സാക്ഷാൽ ശ്രീഹരി വിശ്വംഭരൻ, വിശ്വത്തിനെ ഭരിക്കുന്നവൻ. ശ്രദ്ധിക്കുക, വിശ്വംഭരൻ എന്നുള്ള വാക്ക് എന്താണ്? വിശ്വംഭരൻ ഭരം അടുത്തുപോയി പരിഹാരത്തെ ആരാഞ്ഞ് പശുരൂപം ധരിച്ചുടൻ. ഭൂമിദേവി പശുരൂപം ധരിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. പശുരൂപം ധരിച്ചുടൻ ബ്രഹ്മദേവൻ്റെ അരികത്തണഞ്ഞ് അത്യന്തം മാർത്ഥയായി
ആർത്തന്മാർ, സമൂഹത്തിൽ 4 തരം ജനങ്ങളുണ്ടെന്ന് ഭഗവത്തിൽ പറയുന്നുണ്ട്. ആർത്തന്മാർ, അർത്ഥേഷുക്കൾ, ജിജ്ഞാസുക്കൾ, ജ്ഞാനികൾ. ഇവിടെ ഈ ജിജ്ഞാസുക്കളും പിന്നെ എന്താ പറയുക, ജ്ഞാനികളും എന്നുള്ളതിൽ അർത്ഥം, വാക്കിൻ്റെ അർത്ഥം എടുക്കരുത്. വാക്കിൻ്റെ അർത്ഥം എടുത്താൽ പശകാവും, നമ്മൾ എത്തേണ്ടടുത്ത് എത്തില്ല. അപ്പോൾ ആർത്തന്മാർ, അവർക്ക് ഭഗവാൻ പരിഹാരം കൊടുക്കും. അർത്ഥേഷുക്കൾ, അതിനും ഭഗവാൻ പരിഭവങ്ങൾ തീർക്കും. ജ്ഞാനികൾ, അവരുടെയും പരിഭവം തീർക്കും. എന്താ അങ്ങനെ പറഞ്ഞത്? കാശ് വേണം കാശ് വേണം എന്ന് പ്രാർത്ഥിച്ചാൽ കാശുണ്ടാവും. അർത്ഥേഷുക്കളായി. ആർത്തന്മാർ, അസുഖമുണ്ട് എന്ന് വിചാരിച്ചിട്ട് മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ അതും മാറ്റും. ജിജ്ഞാസുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? അല്പൻ അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്നതാണ് അവിടെ ജിജ്ഞാസു എന്നുള്ളതിന് അർത്ഥം പറയാം. അതായത് എന്തെങ്കിലും പകുതി കേട്ട് അതിന് തൻ്റേതായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് പറഞ്ഞു നടക്കും. അതിൻ്റെ അർത്ഥം അറിയില്ല, ആചരിക്കാൻ അറിയില്ല. ശരിക്ക് ജ്ഞാനികളാണെങ്കിലോ, ജ്ഞാനികൾ ഭഗവാനോടൊന്നും ചോദിക്കില്ല. അവർക്കറിയാം ഈ ജന്മം ഞാൻ ചോദിച്ചു വാങ്ങിയതാണെന്നും എൻ്റെ പൂർവ്വ ജന്മ ദുരിത സുഹൃതങ്ങൾ അനുഭവിക്കലാണ് ഈ ജന്മത്തെ മാർഗം. ഈ ജന്മം അതിനുള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇനി മരിക്കാതെ കണ്ടിരിക്കണമെങ്കിൽ ജനിക്കാതെ കണ്ടിരിക്കണം. ഈ ജന്മത്തിൽ ഞാൻ മരിക്കാണ്ടിരിക്കില്ല, മരിക്കും ഞാൻ. എപ്പോഴാണെന്ന് എനിക്കറിയില്ല. നിങ്ങളും എല്ലാവരും മരിക്കും, ഉണ്ടായിട്ടുള്ളവരൊക്കെ മരിക്കും. അപ്പം മരണം സ്വാഭാവികമാണ് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഭയമില്ല. എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ തയ്യാറായിട്ട് അനായാസേന മരിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് മുനിജനങ്ങൾ പറയുന്നുണ്ട്. ശരീരം കിട്ടിയാൽ ഒരു 30-35 വയസ്സൊക്കെ ആയാൽ ജീവിതത്തിൻ്റെ കയ്പരസങ്ങൾ അറിയാൻ 30-35 വയസ്സ് ധാരാളമാണ്. പിന്നെ അതാണ് ശരിയെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് കാലാകാലം ടിൽ ദി ലാസ്റ്റ് ബ്രത്ത് ലൗകികത്തിൽ മുങ്ങിത്താഴുന്നത്. അവർക്ക് രക്ഷയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണില്ല. അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ 47ാമത്തെ വയസ്സിലാണ് ശിഷ്യപ്പെടുന്നത്. എങ്കിലും കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ ഉള്ളിലെ ഭാഷാപിതാവായിരുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണവും, അദ്ദേഹം ഒരു 850 പേജ് എഴുതിയിട്ടുള്ളൊരു മഹാഭാരതമുണ്ട്, അതും, പിന്നെ അദ്ദേഹത്തിൻ്റെ കിളിപ്പാട്ട് ഭാഗവതും ഞാൻ സ്വയത്താക്കിയിട്ടുണ്ട്. അത് വാങ്ങിയിട്ടുണ്ടെന്നല്ല, അത്യാവശ്യം അറിയാൻ വേണ്ടി വായിച്ചു പഠിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഗുരുനാഥനെ കണ്ട് 95 അതിന് ഞാനൊരു ഒഫീഷ്യൽ പരിവേഷം ഉണ്ടായി എനിക്ക്. അതാണ് ആചാര്യസ്ഥാനം ആയി എന്ന് പറയാൻ കാരണം. അപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് 95 മുതൽക്ക് ഇപ്പോൾ 29 കൊല്ലമായി അല്ലേ, അങ്ങനെയല്ലേ പറയാം. ഈ 29 കൊല്ലം ഞാൻ അനുവർത്തിച്ച് വന്ന വായനാശീലത്തിൻ്റെ മഹിമ എത്രയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെയാണ്. ഇപ്പോഴും അത് അനവരതം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ ആം ദി ഹാപ്പിയസ്റ്റ് എന്ന് ഞാൻ പറയണു. എന്താ കാരണം? ഇത് വായിക്കുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവുണ്ടല്ലോ. അതിന് ഹോംവർക്ക് ചെയ്യാണ്ട് പറ്റില്ല, ഹോംവർക്ക് വേണതിന്. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ പറഞ്ഞു, അധർമ്മത്തിൻ കനം താങ്ങി വിശ്വംബരമെടുത്തുപോയി പരിഹാരത്തെ ആരാഞ്ഞു പശുരൂപം ധരിച്ചുടൻ ബ്രഹ്മദേവന്റെ അരികത്തണഞ്ഞ് അത്യന്തം ആർത്തയായി. അത് പറയാൻ അത്രയൊക്കെ പറയേണ്ടി വന്നത്. അപ്പം എന്തുകൊണ്ടാണ് ജ്ഞാനികളൊന്നും ചോദിക്കാത്തത്? അവർക്ക് വിവേകമുണ്ട്. തൻ്റെ ഹൃദയകമലത്തിൽ തന്നെയാണ്, ചിതാകാശ ഗുഹയിലാണ് ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ എന്ന പ്രമാണത്തിൽ ബ്രഹ്മം ഇരിക്കുന്നത്. ആ ബ്രഹ്മത്തിൻ്റെ സവിധത്തിലാണ് എൻ്റെ കയ്യും കാലും മൂക്കും ചെവിയും എന്ന് വേണ്ട അന്ധകരണങ്ങളൊക്കെ പ്രവർത്തിക്കണതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് അഹം ബ്രഹ്മാസ്മി എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പൊരുൾ അറിയ കാരണം എനിക്ക് വേവലാതികളില്ല. അവിടെ പോയില്ല ഇവിടെ പോയില്ല എന്നുള്ള വേവലാതില്ല എനിക്ക്. ഞാനോട്ട് പോവില്ല.
ഒരു കാലത്ത് കാശില്ലാണ്ട് പോയില്ല. അപ്പോഴും ഇത് അറിഞ്ഞിട്ടുണ്ട്. ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്യൂ, ഈശ്വരനെ അനുമോദിക്കാം, ഈശ്വരനെ അനുകരിക്കരുത് എന്നൊക്കെ ഞാൻ പഠിച്ചു. അതുകൊണ്ട് എനിക്ക് ഈ ഒഫീഷ്യൽ സ്റ്റാറ്റസ് ഉപദേശം കിട്ടുന്നവരെ എനിക്ക് അറിയാമെന്നെങ്കിലും ഞാനത് മിണ്ടാണ്ടിരുന്നു. എന്തിനപ്പോൾ നമുക്കൊരു അഡ്രസ്സ് വേണ്ടേ? ഇത് ഭഗവാൻ അറിഞ്ഞപ്പോഴാണ്. എത്രയോ പ്രായമായി. എൻ്റെ ഗുരുനാഥനെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ 83 വയസ്സാണ്. 95-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. അപ്പം അങ്ങനെ ഒരു നിമിത്തം ഈശ്വരൻ എനിക്ക് കാട്ടി തന്നു. ആശ്ചര്യമുണ്ട് അതിൽ. അതിന് IIT-കാരൊക്കെ സാക്ഷികളാണ്, ഇൻക്ലൂഡിങ് എൻ്റെ ഗുരുനാഥൻ്റെ ചെറിയ മകളടക്കം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഗീതാ മേഡം. അപ്പം എന്താ പറഞ്ഞത്? ബ്രഹ്മദേവൻ്റെ അരകട്ടണഞ്ഞ് അത്യന്തം ആർത്തയായി അകറി തന്നെ വൈവശ്യം അറിയിച്ച പശുക്കൾ എങ്ങനെയാ എന്താണെന്ന് പറയുക, വൈവശ്യം അറിയിക്കുക, വേവലാതി എങ്ങനെ അറിയിക്കുക? അലറും. അത് ഞാൻ അപകടത്തിലാണെന്നുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതും, എന്നെ ഒന്ന് അഴിച്ചു കെട്ടുവോ, എന്നെ ഒന്ന് കൊണ്ടുപോവോ, എൻ്റെ കുട്ടി വിദൂരത്താണ് എന്നുള്ളതിനൊക്കെ പ്രത്യേക സൗണ്ട് മോഡുലേഷൻ ഉണ്ട് പശുക്കൾക്ക്. വഴി കൂടെ പോകണ തൻ്റെ പരിചയക്കാരെ കണ്ടാൽ അലറുന്ന ശബ്ദ അല്ല പുല്ലില്ല പുല്ലുവട്ടിയിൽ എന്നറിയിക്കണത്. അപ്പം അത് ഗോപരിചരണത്തിൽ നിന്ന് അറിയും. ഈ ഗോ ആരാ? സാക്ഷാൽ ധർമ്മദൈവമാണ്. സനാതന വിശ്വാസികൾക്ക് പശു ധർമ്മദൈവമാണ്. ചോദിച്ചതൊക്കെ തരുന്നവളാണ്. ഇതൊക്കെ അറിയണം. അല്ലാണ്ട് അതിന് എന്തുകൊണ്ടാണ് വിവരമുള്ളവരെ പശുവിനെ സംരക്ഷിക്കണം എന്ന് പറയണത്? അവരെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരായിട്ടല്ല, വിവരമുള്ളതുകൊണ്ടാണ്. അതറിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഇറങ്ങി വന്ന് വായിച്ച് പഠിക്കണം, എന്നാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ അകറി തന്നെ വൈവശ്യം അറിയിച്ച ആൾ വിയർത്തവൾ ഉടൻ ആൺമുഖനൊട്ടേറെ ഉള്ള ആൾ ഗോലോകനാഥനെ. ഇവിടെ ആരാ വന്നത്? ഗോരൂപം ധരിച്ച പശു ഭൂമിദേവി വന്ന് വിവശത അറിഞ്ഞപ്പോൾ ബ്രഹ്മാവ് അതിൻ്റെ എന്താ പറയുക, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് ആരേനെ സ്മരിച്ചത്? ഗോലോകനാഥനെ, സാക്ഷാൽ ശ്രീഹരിനെ, ശ്രീകൃഷ്ണനെ. ഗോലോകം ദ്വിഭുജ കൃഷ്ണനാണ് അവിടെ രുക്മിണി സത്യഭാമയല്ല, അവിടെയാണ് ഈ രാധ പറയണ കൺസോർട്ട്. ഈ രാധ എന്നുള്ളത് പ്രേമസ്വരൂപിണിയാണ്. എന്തുകൊണ്ടാണ് ഭാഗവതത്തിൽ രാധ എന്നുള്ള ശബ്ദം ഇല്ലാത്തത്? ബ്രഹ്മാവ് ഒരു ദിവസം തൻ്റെ മകനായിരിക്കുന്ന ശുഗന് ക്ലാസ് എടുക്കുമ്പോൾ രാധ എന്നുള്ളതിന് അർത്ഥം പറഞ്ഞു കൊടുത്തു. 6 മാസം അദ്ദേഹം ഇതിൽ പോയി, എന്താ പറയുക, സമാധിയിൽ പോയി. അപ്പോൾ വ്യാസൻ എന്ത് ഉദ്ദേശിച്ചു എന്നുള്ളത് ശുഖബ്രഹ്മർഷിക്ക് മനസ്സിലായി അർത്ഥം. അപ്പോഴാണ് ഈ സമാധിയിൽ പോയത്. അപ്പോൾ അത് വ്യാസൻ എന്ത് ചെയ്തു? എൻ്റെ മകനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം, സമാധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനിയോഗം പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം ഉപദേശിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം ഭാഗവതം പഠിപ്പിക്കുമ്പോൾ രാധ എന്നുള്ള ശബ്ദം അതിലില്ല. പക്ഷേ ഇതൊന്നും വ്യക്തിഗതമായിട്ട് വിശദമായി അറിയാത്ത ആചാര്യന്മാർ രാധാരമണ മുകുന്ദ മുരാരേ എന്ന് ആരതിക്ക് പാടും ചിലപ്പോൾ. അത് തെറ്റ്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രം മതി ഭാഗവതം
സപ്താഹമായിട്ട് ചെയ്യുമ്പോൾ ആരതിക്ക് എന്ന് എൻ്റെ ഗുരുനാഥൻ ഷഡിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഫോളോ ചെയ്തിട്ടുമുണ്ട്, ഫോളോ ചെയ്യണമുണ്ട്. അപ്പോൾ സ്ഥലം മുഖം ന്യായം, സ്ഥലം മുഖം ന്യായം ഇത് നമ്മൾ അറിയണം. അപ്പോഴാണ് അധമം മധ്യമം ഉത്തമം എന്ന പരിഗണനയൊക്കെ നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ സപ്താഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവാം? അങ്ങനെ ആവരുത്. സപ്താഹവേദിയിൽ കൊടുങ്ങല്ലൂരമ്മേനെയും ഭദ്രകാളീനെയും, ഭദ്രകാളി ആവിർഭാവം ഉണ്ട്, അതോട്ടിരിക്കട്ടെ, അത് അവതാരമാണ്. അതായത് രാജ്യത്തുള്ള ദേവന്മാരുടെ നാമങ്ങൾ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അതായത് ബ്രഹ്മം ഏകം എന്ന വ്യവസ്ഥ അനുസരിച്ച് ഭാഗവതം പറയുകയാണെങ്കിൽ ഈ കലിസന്ധർണോപനിഷത്ത് നവാഹം നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഗുരുവായൂരപ്പനെ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, ശിവനെന്ന് വിളിക്കേണ്ട. അമ്മേ മഹാമായേ ജഗദംബികേ രാജരാജേശ്വരി മതി, ധാരാളമായി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഇത് മതി ആരതിക്ക്. ശിവപുരാണാണ് കൈകാര്യം ചെയ്യുന്നത് വിചാരിക്കുക. ഓം നമ ശിവായ, ശിവായ നമ ഓം, ധാരാളമായി. അപ്പോൾ ഏത് സന്ദർഭത്തിൽ ഏത് ഉപയോഗിക്കണം, ഏതിനെ മാറ്റി നിർത്തണം എന്നതറിയണം. അതറിഞ്ഞിട്ടില്ലെങ്കിൽ അബദ്ധാവും. ആർക്ക് അബദ്ധാവും? പറയണ ആൾക്കാർക്ക്. കാരണം ഈ തഥാതൻ തഥാതൻ തഥാസ്തു എന്ന ഒരു ചൈതന്യം നമ്മുടെ ഉച്ചിയിലുണ്ടെന്നാ, അതറിയണം. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് അത് തഥാസ്തു എന്ന് പറയും, അതോ അങ്ങനെ ആവട്ടെ എന്ന്. അപ്പം ഞാൻ ഒരിക്കലും കുരുത്തക്കേട് പറയരുത്. കുരുത്തക്കേട് പറഞ്ഞാൽ തഥാസ്തു എന്ന് പറഞ്ഞാൽ അത് എന്നെയാണ് ബാധിക്കുക. ആരെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞാൽ അവർക്ക് ബാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, ഈ ആധ്യാത്മിക വിഷയത്തിൻ്റെ തെലങ്ങും വെലങ്ങനെയുമുള്ള ഊടും പാവും മനസ്സിലാക്കി തരാനുള്ള മഹത്വമുള്ള ഗുരുനാഥനിൽ നിന്ന് വേണം ഉപദേശം വാങ്ങാൻ. അതിൽ ഞാൻ ഭാഗ്യവാനാണ്. എന്താ കാരണം? ഒരു സാധാരണ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആയിരിക്കുന്ന എന്നെ ഈ ഒരു ഫീൽഡിൽ അറിയത്തക്കതാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഗുരുനാഥൻ്റെ മഹിമയാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല, അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. അതിൽ ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, എന്താ, ഗോലോകനാഥനെ ബ്രഹ്മാവ് വിചാരിച്ചു, ധ്യാനിച്ചൊരളവിൽ കണ്ട വിവരം വിശ്വമംഗളം. അദ്ദേഹം ധ്യാനിച്ചു. ഉടനെ അദ്ദേഹത്തിൻ്റെ ധ്യാനിച്ചതിലുള്ളൊരു എക്സ്റേ പ്രിൻ്റ്, അല്ലെങ്കിൽ എന്താ വേറൊന്ന് പറയണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയിക്കണ ചില എക്കോ സിസ്റ്റം ഉണ്ടല്ലേ, അതേമാതിരി പിന്നെ എക്സ്റേ ഉണ്ട്, പിന്നെ വേറെ MRI ടെസ്റ്റ് ഇല്ലേ, അതിനൊക്കെ ഒരു റേഡിയോളജിസ്റ്റ് ഒരു ചാർട്ട് തരും നമുക്ക്. അത് നോക്കിയിട്ടാണ് ഡോക്ടർ നമുക്ക് എന്തൊക്കെ അസുഖം നോക്കുക. അപ്പോൾ ബ്രഹ്മാവ് കുറച്ചു നേരം ഭൂമിദേവിയുടെ സങ്കടങ്ങൾ ദൂരീകരിക്കാൻ എന്താണ് ഉത്തരവാദിത്വം എന്ന് ലോകനാഥനോട് ചോദിച്ചപ്പോൾ ലോകനാഥൻ ഒരു പ്രിൻ്റ് അയച്ചു കൊടുത്തു. എന്താ പ്രിൻ്റിൽ എഴുതിയെന്ന് വെച്ചിട്ടുണ്ടോ? ഞാൻ പറയാം, ഇവിടെ ഉണ്ട് ആ പ്രിൻ്റിൻ്റെ കോപ്പി. ഇവിടെ പറയണത്, ധ്യാനിച്ചൊരളവിൽ കണ്ട വിവരം വിശ്വമംഗളം. അതിലെഴുതിയണത് വിശ്വമംഗളം ഉണ്ടാവാൻ പോവാണ്. അവളോട് ടെൻഷൻ അടിക്കാണ്ടിരിക്കാൻ പറയും. ആരോടെ? ഭൂമിദേവിയോട്. എൻ്റെയും നിങ്ങളുടെയും അമ്മയാണ് ഭൂമിദേവി, അത് മറക്കണ്ട. ഭൂമിദേവി ഗൗരൂപം എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ഏത് കാലത്തെയും അമ്മയാണ്. ഈ ജന്മം നമ്മൾക്ക് ജന്മം തന്ന അമ്മ ഉണ്ടോ, അമ്മ മരിച്ചോ, അത് വേറെ. ഏത് കാലത്തും എനിക്കും നിങ്ങൾക്കും ധൈര്യമായിട്ട് അച്ഛാന്ന് വിളിക്കാൻ ആകാശവും അമ്മയെന്ന് വിളിക്കാൻ ഭൂമിദേവി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ അനാഥന്മാരാണ് എന്ന് ചിലവർ കാവ്യഭംഗിയിൽ പറയും. അവർ വിവരമില്ലാത്തവരാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ. ഈ ലോകൈകനാഥനായിരിക്കുന്ന പരമ്പൊരുള് ആത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആരാ?
നമ്മളെപ്പോലുള്ളവർ തന്നെയാണ് ബ്രഹ്മർഷികളും രാജർഷികളൊക്കെ ദേവർഷികളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരിക്കലും അനാഥന്മാരല്ല, നമ്മളൊക്കെ സനാഥന്മാരാണ്. ശവമായി തീരുമ്പോൾ, ശിവം ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, മംഗളസ്വരൂപനായിരിക്കുന്ന സർവജ്ഞനായിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന ഗോലോകനാഥനായിരിക്കുന്ന ആ പരമ്പൊരുളെ ശരീരത്തിനെ വിട്ടുപോയാൽ നമ്മൾ അനാഥായി. അതിനാണ് പിന്നെ ഇറുമ്പ് ഈച്ചയും വരാതെണ്ടിരിക്കാനാണ് 4 പോരും ശവത്തിൻ്റെ 4 പോരും ഭസ്മും അരിമണിയും ഇടും. ഭസ്മം ഒരു ആൻറ്റിബയോട്ടിക് ഏജൻ്റാണ്. ആ ഇറുമ്പുകൾ ഒന്ന് അവിടെ അടുത്ത് വന്നാൽ പിന്നാക്കം പോകും. എന്നാൽ അവർ വെറുതെ പോകണ്ട, അവിടെ അരിമണിയുണ്ട്, അവർക്ക് ഭക്ഷണമായി. അപ്പോൾ നമ്മുടെ മുത്തശ്ശന്മാരും മുതുമുത്തശ്ശന്മാരും ഈ സംവിധാനം മനസ്സിലാക്കി കർമ്മപദ്ധതിയിൽ ഉണ്ടാക്കിയതിന് അവർക്ക് വല്ലവരും വല്ല അവാർഡും കൊടുത്തു. നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഈ ഭസ്മം ഒരു ഇറുമ്പുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവഹാനി വരുത്തുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ്. അപ്പോൾ അവർ വെറുതെ പോകാൻ പാടില്ല, ചെറിയൊരു അരിമണി എടുത്ത് പോവർ. ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. നമുക്ക് എവിടെ സമയം? ഈ മരിച്ച ആളെ പറ്റിയിട്ടുള്ള കുൽസിത ബുദ്ധികൾ പറയാനല്ലേ നമുക്ക് സമയമുള്ളൂ. അയാൾ ചെയ്തത് ശരിയായില്ല, അവൾ ചെയ്തത് ശരിയായില്ല. ഹേയ്, നമ്മളാരാത് പറയാൻ? അപ്പോൾ ഇവിടെ പറഞ്ഞു, ധ്യാനിച്ചൊരളിൽ കണ്ട വിവരം വിശ്വമംഗളം അറിയിച്ചു മഹാദേവൻ മുമ്പരോടും ഈ വിധം വസുദേവനു മകനായി പിറന്ന് ഉലകിനൊക്കെയും ആപത്തകറ്റി എന്നേക്കും ആനന്ദം വിളയിക്കുവാൻ. എന്താത്? എന്ത് കുത്തിയിടാനാ പറഞ്ഞത്? അല്ലെങ്കിൽ എന്ത് കുത്തിയിട്ടുണ്ട്? എന്ത് നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കുമെന്നാ പറഞ്ഞത്? ആനന്ദം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് എന്താ പറയുക, പിന്നെ ഈ എക്സ്റേ ഷീറ്റിൽ വൈകുണ്ഠത്തു നിന്ന് വന്നത് ബ്രഹ്മാവിന്. നിങ്ങൾ ഇനി പേടിക്കണ്ട. അത് സംഭവിച്ചിട്ടും എന്തുകൊണ്ട് നമ്മൾക്ക് ആനന്ദിക്കാൻ സാധിക്കണില്ല? ഇത് സംഭവം കഴിഞ്ഞിട്ട് കുറേ കാലമായില്ലോ, ഈ ഭാഗവതം ഉണ്ടായിട്ട് കുറേ കാലമായല്ലോ. അത് ആനന്ദം എങ്ങനെ കിട്ടുമെന്നാണല്ലോ വിവരിച്ചിട്ടുള്ളത്. അത് നമ്മൾ പഠിക്കുകയും ചെയ്തുല്ലോ. പിന്നെ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ദി വേ വിത്ത് വിച്ച് നമ്മൾ ഈ ഭാഗവതത്തിനെ സമീപിച്ചു. അവിടെ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ്, ഇതിനൊരു ബേസ് ഉണ്ട്. ആ ബേസ് അറിയാതെ കണ്ട്, ഭാഗവത മാഹാത്മ്യം തറോ ആവാതെ കണ്ട് നമ്മൾ ഭാഗവതം വായിക്കാൻ പഠിച്ച് പൗരാണികനും ഉള്ള വാഗ്ധോരനെ വെച്ച് ആചാര്യനും ആയ കാര്യം നടക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ഭാഗവത മാഹാത്മ്യത്തിനോട് അവഗണന കാണിച്ച് ബാക്കിയൊക്കെ ഇടിവെട്ടുന്ന ശബ്ദ തരംഗങ്ങൾ ഉണ്ടാക്കി സമൂഹത്തെ ഏതാനും പാട്ടുകളെ കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച് കയ്യടി വാങ്ങി അല്ലേ? അതൊക്കെ തെറ്റ്. അപ്പം ഇവിടെ വസുദേവനു മകനായി പിറന്നുലകിനൊക്കെയും ആപത്തകറ്റി എന്നേക്കും ആനന്ദം വിളയിക്കുവാൻ ഓർപ്പൂ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പ്ലാൻ ചെയ്തതൊക്കെ പെട്ടെന്ന് നടക്കും. നിങ്ങൾക്ക് എത്ര സമയം നിങ്ങൾ ഇത്ര വൈകൃതമായിട്ട് ജീവിച്ചില്ല, ഇനി ഒരു കുറച്ച് സമയം കൂടി സമയമായി, ഞാൻ ഇതാ പുറപ്പെട്ടു എന്നാ പറഞ്ഞത്. അപ്പോൾ ഓർപ്പൂ ഞാൻ മുനിമാർ വിണ്ണോരിവൻ്റെ ദിവ്യലീലകൾ ആവം പോലെ കൊഴുപ്പിപ്പാൻ അങ്ങിങ്ങ് ഓർത്തു ജനിക്കുവിൻ. ഈ ഒരു ശ്ലോകം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ദുർജനങ്ങളെ ശിക്ഷിക്കാനുമായിട്ട് ശ്രീകൃഷ്ണനായിട്ട് അവതാരം ചെയ്യാൻ പോണു. ഋഷീശ്വരന്മാരും ദേവന്മാരും എൻ്റെ ലീലകളെ കൊഴുപ്പിക്കത്തക്ക വിധത്തിൽ അതാത് സ്ഥലത്ത് ഗോപന്മാരും ഗോപികമാരുമായിട്ടും വ്രജവാസികളായിട്ടും യദുകുലത്തിലെ നാഥന്മാരായിട്ടും എന്തൊക്കെയാ ഇപ്പോൾ പറഞ്ഞത് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു എന്തൊക്കെയോ, അതാണ് സത്യം. അപ്പം ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. അപ്പം ഇതിലൊരു ക്യാരക്ടറിനെ നമുക്ക് തേജോവധം ചെയ്യാനുള്ള അധികാരമില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും അനുസരിച്ച പാർട്ട് പിന്നെ ക്യാരക്ടർ തീരുമാനിക്കുമ്പോൾ വ്യാസഭഗവാൻ അങ്ങേയറ്റം ആരൊക്കെ ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്ക്
ചില ടീച്ചർമാർ അല്ലെങ്കിൽ മാഷന്മാർ പോവാൻ മടിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ, പ്ലീസ് എക്സ്ക്യൂസ് മീ. ഇത് വലിയൊരു നിയോഗമാണ്. അതിന് പോകാൻ മടിക്കും ചിലവർ. അപ്പോൾ അതേപോലെ ദേവന്മാർ അപ്ലിക്കേഷൻ കൊടുക്കും, ഞാൻ ഇന്ന ഭാഗത്ത് ഇന്ന ആൾക്കാരായാൽ മതി എന്ന. കാരണം എന്താ, ഇപ്പോൾ പിന്നെ നമ്മുടെ അർജുനന് സുഭദ്രയിലുണ്ടായിട്ടുള്ള അഭിമന്യുവിൻ്റെ ക്യാരക്ടറൊക്കെ 18 വയസ്സ് വരെ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് 18 വയസ്സിൽ മഹാഭാരത യുദ്ധത്തിൽ ആ പയ്യനെ എല്ലാവരും കൂടി മഹാരഥന്മാർ വട്ടത്തിൽ നിന്ന് അടിച്ചു കൊന്നു. നമുക്ക് സങ്കടം തോന്നും. നമുക്ക് സങ്കടം തോന്നേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അദ്ദേഹത്തിന് പാർട്ട് അത്രേ കൊടുത്തിട്ടുള്ളൂ. സാക്ഷാൽ ചന്ദ്രൻ്റെ മകൻ ബുധൻ്റെ അവതാരമാണ് പിന്നെ ഈ പറഞ്ഞ അഭിമന്യു. ഞാനിത് പലപ്പോഴും പല കഥകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, വസുദേവനു മകനായി പിറന്ന ഉലകനൊക്കെയും ആപത്തകറ്റി എന്നേക്കും ആനന്ദം വിളയിക്കുവാൻ ഓർപ്പു ഞാൻ മുനിമാർ. അതെ, ദേവന്മാരും വിണ്ണോരുകളും മഹർഷിമാരും ദേവന്മാരാണ് ഇവർ. അതേമാതിരി രാമായണ കാലത്ത് വാനരന്മാരായതും ആരാ, ഋഷീശ്വരന്മാരും ദേവന്മാരാണ്. അപ്പോൾ വിണ്ണോർ ഇവരൻ്റെ ദിവ്യലീലകൾ ആവും പോലെ കൊഴിപ്പിപ്പാനങ്ങിങ്ങോർത്ത് ജനിക്കുവിൻ എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.